അമ്മയെ സപ്പോർട്ട് ചെയ്യണേ, കുറച്ചുകൂടി മുമ്പോട്ട് പോവാനേ ചാനൽ. ഇന്ന് നമ്മുടെ ഇവിടെ ചെയ്യുന്നത് ക്രേ പേപ്പർ കൊണ്ട് ഹിബിസ്കസ് ഫ്ലവറാണ്, ചെമ്പരത്തി പൂവാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കളർ സെലക്ട് ചെയ്ത് ഇതുപോലെ ഒരു ക്രേ പേപ്പറിനെ നമ്മൾ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് ഒരു പെറ്റലിൻ്റെ ഷേപ്പിന് വേണ്ടിയിട്ട് എളുപ്പത്തിനാണ് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്യുന്നത്. ഈ കാണിക്കുന്നത് പോലെ ഫോൾഡ് ചെയ്തെടുത്താൽ നമുക്ക് ഒരു കട്ടിങ്ങിന് തന്നെ ഒരുപാട് പെറ്റൽസുകൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ കട്ട് ചെയ്ത് അതിനെ 2 പാർട്ടാക്കിയാണ്. അപ്പോൾ ഒരു പാർട്ടിൽ തന്നെ 8 പെറ്റൽസ് വെച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്ത് ഒരു പെറ്റൽസിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വീണ്ടും ഒന്നും കൂടി ഫോൾഡ് ചെയ്ത് 2ആയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് അതിൻ്റെ ആ മധ്യഭാഗത്ത് നിർത്തിക്കൊണ്ട് വേണം സൈഡിലുള്ളതിന് നമ്മൾ വരച്ചെടുക്കാൻ. ഇതിപ്പം കട്ട് ചെയ്യാൻ എളുപ്പത്തിന് കാണത്തക്ക വിധത്തിൽ ഞാൻ ഒരു ഔട്ട്ലൈൻ ഇട്ടെന്നേ ഉള്ളൂ. ഇതുപോലെ ഒരു എതളിൻ്റെ ഷേപ്പിൽ മാത്രം കട്ട് ചെയ്യാണ്. ഈ കാണിച്ചിരിക്കുന്ന കണക്ക് ആ മധ്യത്തുള്ള ഫോൾഡിൻ്റെ അവിടെ കട്ട് ചെയ്ത് കളയരുത്. അപ്പോൾ പിന്നെ ആ ഒരു എതൾ മൊത്തത്തിൽ അത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഫോൾഡ് മടങ്ങി വരുന്ന ഭാഗമല്ല, ആ ഭാഗം അങ്ങ് വിട്ടിട്ട് ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ. അതിൻ്റെ 2 സൈഡ് ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗത്ത് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനിയെന്ന് വെച്ചാൽ ആ ഒരു കട്ടിങ് ഉണ്ടല്ലോ, നമ്മൾ ചെമ്പരത്തി പൂവിൻ്റെ ഏറ്റവും ആ ഒരു അറ്റത്ത് ഇതുപോലെ ഒരു ചെറിയൊരു വളവ്, ഒരു കർവ് ലൈൻ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് കത്രികയ്ക്ക് നമ്മളൊന്ന് വളച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഒരുപാട് പെറ്റൽസ്, ഇനി അതിനെ 2 ആക്കണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അത് ആ ഫോൾഡിങ് ആയിട്ടുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി ഓരോ പെറ്റൽസുമായിട്ട് ഓരോ എതളുകളായിട്ട് നമ്മൾ വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇതിൽ തന്നെ ഒരു 7-8 എതളുകൾ തന്നെ ഉണ്ട്. കാരണം നമ്മൾ ആ ഫോൾഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അത്. ഇത് നോക്കുമ്പോൾ മനസ്സിലാവും. 2ആയിട്ട് മടക്കി അതിനെ വീണ്ടും ഒന്നും കൂടി മടക്കി അങ്ങനെ മടക്കി ചെയ്യുകയാണ്. ഇങ്ങനെ മടക്കി എടുക്കുന്നത് കൊണ്ട് നമ്മൾ ആ ഒരു പെറ്റലിൻ്റെ ഒരു എതളിൻ്റെ ആ ഒരു ഷേപ്പ് ഇതുപോലെ ചുരുട്ടി തിരികെ എടുക്കുകയാണ്. അപ്പോൾ ആ ഒരു പെറ്റലിൻ്റെ ഒരു ഒറിജിനാലിറ്റി നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അത് പിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു എതളിൻ്റെ ആ ഒരു ചുളിവോടുകൂടി ചുളുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു ട്രിക്കാണിത്. പിരുത്തെടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ചുളിവോടുകൂടി നമുക്ക് ഇതുപോലെ എല്ലാ പെറ്റൽസും നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഇതുപോലെ എന്നിട്ട് ആ ഒരു കർവ് അതിൻ്റെ ടോപ്പിൽ ചെറിയ വളവിന് വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ട് ആ വളഞ്ഞ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് വലിക്കുമ്പോഴത്തേക്ക് അത് വലിഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ ആ ഒരു എതളിൻ്റെ ആ ഒരു ഒറിജിനാലിറ്റി കിട്ടിക്കഴിയും. ഇതുപോലെ എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇനി അതിൻ്റെ സെൻറ്ററിൽ വെക്കാനായിട്ട് നമ്മൾ യെല്ലോ ക്രേ പേപ്പർ എടുത്ത് ഇതുപോലെ സിമ്പിളായിട്ട് കട്ട് ചെയ്ത് ചുരുട്ടി വെക്കാനായിട്ടാണ്. അതിന് നമ്മൾ ഗോൾഡൻ വയർ എടുത്ത് ഇതുപോലെ 2ആയിട്ട് മടക്കി അപ്പോൾ കുറച്ചും കൂടി ഒരു ബലം കിട്ടും. ഇനി ഒരു ചെറിയൊരു കപ്പിൽ കുറച്ച് മഞ്ഞപ്പൊടിയാണ്, അല്ലെങ്കിൽ റവയുടെ പൊടി എടുത്താലും മതി, കളർ ചെയ്താൽ മതി, ഒക്കർ കളർ. ഇതുപോലെ കളർ ചെയ്തെടുത്ത് കഴിഞ്ഞ് അത് നമ്മൾ മുക്കി ഫെവിക്കോൾ യൂസ് ചെയ്ത് മുക്കി ഇതുപോലെ ചുറ്റി വരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അത് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചെടുത്താലും മതി. ബാക്കി നമ്മൾ ഇനി അത് ഗ്രീൻ ടേപ്പ് വെച്ച് ചുറ്റി വരിഞ്ഞ് നല്ല ടൈറ്റായിട്ട് ചുറ്റി വരിഞ്ഞെടുത്ത് കഴിഞ്ഞ് ഇനി അതിൽ ഓരോ പെറ്റൽസ് നമ്മൾ വെച്ച് ടൈറ്റായിട്ട് ആ ഗ്രീൻ നൂല് കൊണ്ട് ടൈറ്റായിട്ട് കെട്ടി വരിഞ്ഞെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പോസിറ്റ് വെച്ചിട്ട് ഇത് റൗണ്ട് ചെയ്ത് നമ്മൾ കെട്ടി പോവുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ മനോഹരമായിട്ട് നമ്മൾ കെട്ടി വരിഞ്ഞ് കഴിഞ്ഞ് ഇനി അതിൻ്റെ ചെമ്പരത്തി പൂവിൻ്റെ ആകുമ്പോൾ ആ ഒരു പൂവിൻ്റെ തൊട്ട് അടിയിൽ തന്നെ നമ്മളൊരു ഗ്രീൻ കളറിൽ ഇതുപോലെ എതള് കാണാം ചുറ്റി വരിഞ്ഞിരിക്കുന്നത്. ഇതുപോലെ അത് നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്ത് അത് ഒട്ടിച്ച് കഴിഞ്ഞ് ഇനി ഒരു മൊട്ടിന് വേണ്ടിയിട്ടാണ് അത് നമ്മൾ ഗോൾഡൻ വയറിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ ഉരുട്ടി വെച്ചിരിക്കുകയാണ്, കുറച്ച് വണ്ണം തോന്നിക്കത്തക്ക വിധത്തിൽ. ഇനി ഒരു പെറ്റലെടുത്ത് അതിന് നമ്മൾ ഇതുപോലെ വെറുതെ ഒന്ന് ചുറ്റി വരിഞ്ഞ ഒരു മുട്ടിൻ്റെ ഷേപ്പിൽ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് താഴെയും നമ്മൾ അതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ലീഫിന് വേണ്ടിയിട്ടാണിത്. അത് ലീഫിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ കോൺ 2 കോൺ സൈഡാണ് കട്ട് ചെയ്ത് അതിൻ്റെ ഒരു ആ ലൈൻ വരത്തക്ക വിധത്തിലാണ് കട്ട് ചെയ്ത് അതിൻ്റെ ഷേപ്പാക്കി
2 ലൈനും കൂടി ഒരുമിപ്പിച്ച് വെക്കത്തക്ക വിധത്തിൽ അത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലൈൻ കറക്റ്റായിട്ട് നമുക്ക് കിട്ടി. ഇനി ഇതെല്ലാം നമ്മൾ അതിൻ്റെ ഒരു ഒറിജിനൽ കളർ ചെയ്യാൻ പോവേ. ഇത് ഒരുപാട് ലൈറ്റ് കളറായിപ്പോയി. കറക്റ്റ് കളർ നമ്മൾ അക്രിലിക് കളറിലുണ്ട്. അപ്പോൾ ആ കളർ നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, ആ കളർ കിട്ടാനായിട്ട്. അപ്പോൾ ഈ ഒരു കളറിൽ നമുക്ക് ക്രേപ്പ് പേപ്പർ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഒരു കളർ നമ്മൾ ചെയ്തെടുത്ത് അതിൻ്റെ ബാക്കിൽ നമ്മൾ ഗോൾഡൻ വയറിൽ പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ ടേപ്പ് ചുറ്റിയതാണ്. ഗ്രീൻ ടേപ്പ് ചുറ്റിയതിന് ശേഷം ഇത് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെ ഒരു 7 ലീവ്സുകൾ റെഡിയാക്കി കഴിഞ്ഞ് നമുക്ക് 2 ഫ്ലവേഴ്സും ഒരു മുട്ടുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പം 2 ഫ്ലവേഴ്സും ചെയ്ത് കഴിഞ്ഞ് ഇനി ഈ ഇലയിൽ ഈ ഒരു ലീഫ് നമ്മൾ ഇതിൽ ചുറ്റി ഓരോ നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് ചുറ്റി വരിഞ്ഞെടുക്കാം. ഇതുപോലെ നമുക്ക് അതിനെ എങ്ങനെയാണോ ഇത് ഒരു നമ്മൾ ഈ ചെടിയിൽ എങ്ങനെയാണോ നിൽക്കുന്നത് ആ ഒരു രീതിയിൽ നമുക്കതിനെ ഒരു ഗോൾഡൻ വയർ ആയതുകൊണ്ട് നമുക്ക് യഥേഷ്ടം അതിനെ ചലിപ്പിച്ച് ചുറ്റി വരിഞ്ഞ് മുറുക്കി വെക്കാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ചുറ്റി വരിഞ്ഞ് ഗോൾഡൻ വയർ വെച്ച് ലീഫും ചെയ്ത് കഴിഞ്ഞ് ഇനി ആ ഒരു ഫ്ലവർ തന്നെ നല്ല നീളത്തിൽ വേണമെങ്കിൽ നമുക്ക് ഗോൾഡൻ വയർ എടുക്കാം. കുറച്ച് ലെന്താണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നമുക്കത് ചുറ്റി ഇതുപോലെ ഈ കാണിക്കുന്ന കണക്ക് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് അതുപോലെ ഇരിക്കുകയും ചെയ്യും. ആ ഗോൾഡൻ വയർ എന്ന് പറയുന്നത് ഒരു കമ്പ് മാത്രമല്ല, 2ആയിട്ട് മടക്കിയതാണ്. അതുകൊണ്ട് കുറച്ച് കട്ടിയോടുകൂടി ഇത് നിൽക്കുന്നുണ്ട്. ഒറ്റ കമ്പിലാണെന്നുണ്ടെങ്കിൽ ഒറ്റ വയറിലാണെന്നുണ്ടെങ്കിൽ ഈ ഫ്ലവർ അതിൽ നിൽക്കാൻ സാധ്യതയില്ല. അപ്പോൾ കുറച്ച് കട്ടിയായിട്ട് എടുത്ത് വെക്കേണ്ടി വരും. അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇഷ്ടാനുസരണമാണ് അത് ചുറ്റി വരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് മനോഹരമായിട്ടുള്ള ഫ്ലവർ മുട്ടോടുകൂടി ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം. ക്രേപ്പ് പേപ്പർ ആയതുകൊണ്ട് ആ ഒരു ഒറിജിനാലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്.